ചാനലില് ഫാർമസിയുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ബാക്കിയുള്ള MLT അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന് നഴ്സസിനും JPHനും ഒക്കെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ JPHN സ്റ്റാഫ് നഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കൂടുതലും നമുക്ക് നേഴ്സ് ക്യൂൻ ആപ്പിലായിരിക്കും, നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ള ഫാർമസി അതുപോലെ കേരള PSC കഴിഞ്ഞ MLT ഫാർമസി അതുപോലെ അങ്ങനെ രീതിയിലുള്ള പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും, അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2025, കാറ്റഗറി കോഡ് 80/2024. എക്സാം ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. എക്സാം നടന്നത് 8/10/2025 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം 50ഓളം മാർക്ക്, ഇപ്പോൾ ഫാർമസിയുടെ 50ഓളം മാർക്ക് നമ്മുടെ എല്ലാ നഴ്സിംഗ് എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അനാട്ടമിയുടെ പാർട്ടാണ് നോക്കുന്നത്. ദ ഹാർട്ട് ഈസ് സപ്ലൈഡ് വിത്ത് ആർട്ടീരിയൽ ബ്ലഡ് ബൈ ദ ഓപ്ഷൻ എ പൾമണറി ട്രങ്ക്, ഓപ്ഷൻ ബി കൊറോണറി സൈനസ്, ഓപ്ഷൻ സി കൊറോണറി ആർട്ടറി, ഓപ്ഷൻ ഡി കരോട്ടിഡ് ആർട്ടറി. അപ്പം ഹാർട്ട് ഈസ് സപ്ലൈഡ് വിത്ത് ആർട്ടീരിയൽ ബ്ലഡ്, അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ ആൻസർ ഉണ്ട്, കൊറോണറി ആർട്ടറി ആണ്. അപ്പോൾ കൊറോണറി ആർട്ടറി സപ്ലൈ ബ്ലഡ് ടു ഹാർട്ട് മസിൽസ്, ഹാർട്ടിലെ മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറി ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അയോട്ടയിലൂടെ ശുദ്ധരക്തം നമ്മുടെ ബോഡിയുടെ നാനാഭാഗങ്ങളിലേക്കും ഓരോ ഓർഗൻസിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഓർഗനിലുള്ള സെൽസിലേക്ക് ബ്ലഡ് പ്യൂരിറ്റിയുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോട്ട. അപ്പോൾ നമ്മൾ ഈ കൊറോണറി ആർട്ടറി നോക്കുകയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് തിരിക്കാം. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അതുപോലെ റൈറ്റ് കൊറോണറി ആർട്ടറി, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ആർട്ടറി, അതിൻ്റെ ഒരു ഭാഗമാണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻട്രിങ് ആർട്ടറി, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, അതുപോലെ ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറി, ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറി. ഇത് നമുക്ക് ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിയാണ്. ഈ കൊറോണറി ആർട്ടറിയുടെ തന്നെ രണ്ട് വിഭാഗമാണ്. ഹാർട്ടാണെങ്കിൽ ഹാർട്ടിന്റെ പിന്നെ ലെഫ്റ്റ് സൈഡ് ഈ സൈഡിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന രണ്ട് കൊറോണറി ആർട്ടറിയുടെ രണ്ട് മെയിൻ വിഭാഗമാണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ലെഫ്റ്റ് സർക്കംഫ്ലക്സ് ആർട്ടറി. റൈറ്റ് സൈഡിലാണെങ്കിലോ റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അപ്പോൾ റൈറ്റ് ആർട്ടറിയും റൈറ്റ് വെൻട്രിക്കിളിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയാണ്. ഇനി ഇവിടെ കൊറോണറി സൈനസ് ഉണ്ട്. കൊറോണറി സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട് ആണ്. ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട് ആണ് കൊറോണറി സൈനസ്. അതായത് ബ്ലഡ്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ട്, ഹാർട്ട് മസിൽസിൽ നിന്നും കളക്ട് ചെയ്തിട്ട് റൈറ്റ് ആർട്ടറിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത് കൊറോണറി സൈനസ് ആണ്. അത് നമ്മുടെ ഹാർട്ടിലും അല്ലേ ഇംപ്യൂർ ബ്ലഡ് ഉണ്ടാവും, അത് കളക്ട് ചെയ്തിട്ട് റൈറ്റ് ആർട്ടറിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന ഹാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള വെയിൻ ആണ് കൊറോണറി സൈനസ്. ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട് എന്ന് ചോദിച്ചാൽ കൊറോണറി സൈനസ് ആണ്. ഇനി കരോട്ടിഡ് ആർട്ടറി, നമുക്കറിയാം കരോട്ടിഡ് ആർട്ടറി നമുക്ക് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഇന്റേണൽ ആണെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ബ്രെയിനിലേക്കും ഐയിലേക്കുമാണ്. ബ്രെയിന് ഐയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണ്. എക്സ്റ്റേണൽ ആണെങ്കിലോ അത് ബ്ലഡ് സപ്ലൈ അത് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസിലേക്ക്, നമ്മുടെ ഫേസിൽ, നെക്കില്, ആ ഭാഗത്തേക്കൊക്കെ നമ്മളെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചോദിക്കാം. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, പൊതുവെ കരോട്ടിഡ് ആർട്ടറി നമുക്ക് കരോട്ടിഡ് ആർട്ടറി പൾസ് ആണ് നമ്മൾ നോക്കുന്നത്. പൾസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് കരോട്ടിഡ് ആർട്ടറിയാണ് ബ്രെയിനിലേക്ക് അങ്ങനെ എടുത്തു പറയാറില്ല. അപ്പോൾ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ് ബ്രെയിനിലേക്കും ഐയിലേക്കും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഫേസിലേക്കും നെക്കിലേക്കും കേട്ടോ, അത് മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓവൽ വിൻഡോ ഈസ് ഒക്ലൂഡഡ് ബൈ ദ ഓപ്ഷൻ എ ടിംഫനിക് മെംബ്രെയിൻ, ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്, ഓപ്ഷൻ സി ഫൈബ്രസ് ടിഷ്യൂ, ഓപ്ഷൻ ഡി മാസ്റ്റോയിഡ് ആൻഡ്രം. ഓവൽ വിൻഡോ ഈസ് ഒക്ലൂഡഡ് ബൈ, ഒക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാന്ന്. ഓവൽ വിൻഡോ ഈസ് ക്ലോസ്ഡ് ബൈ എന്നുള്ളതാണ്
ചോദിക്കുന്നത്. സ്റ്റേപ്പിസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് നമുക്ക് സ്മോളസ്റ്റ് ബോൺ ഓഫ് ദ ബോഡിയാണ്. ഏറ്റവും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ ആണ് സ്റ്റേപ്പിസ്. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവൽ വിൻഡോ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ മിഡിൽ ഇയർ ആൻഡ് ദ വെസ്റ്റിബ്യൂൾ. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ മിഡിൽ ഇയർ ആൻഡ് വെസ്റ്റിബ്യൂൾ. നമ്മൾ അനാട്ടമി, ഇയറിന്റെ അനാട്ടമി അറിയണം, എന്നാലേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ മിഡിൽ ഇയർ ആൻഡ് ദ വെസ്റ്റിബ്യൂൾ ഈസ് കോൾഡ് ഓവൽ വിൻഡോ. ഒക്ലൂഡം മീൻസ് ബ്ലോക്ക്ഡ് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോർമൽ അനാട്ടമിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേപ്പിസ് മൂവ്മെന്റ്, സ്റ്റേപ്പിസിന്റെ മൂവ്മെന്റ് ഇൻ ഓവൽ വിൻഡോ ഈസ് എസെൻഷ്യൽ ഫോർ ട്രാൻസ്മിറ്റിംഗ് വൈബ്രേഷൻ ടു ദ ഇന്നർ ഇയർ. അപ്പൊ നമുക്കറിയാം ഈ സ്റ്റേപ്പിസിന്റെ അതിന്റെ മൂവ്മെന്റ് ഒരു നോർമൽ ഹെൽത്തി ആളുകളിലാണെങ്കിൽ അതിന്റെ സ്റ്റെപ്പിസിന്റെ മൂവ്മെന്റ് എസെൻഷ്യൽ ആണ്. എന്തിനാണ്? നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, അതുപോലെ മിഡിൽ ഇയർ ഉണ്ട്, അതുപോലെ ഇന്നർ ഇയർ ഉണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അല്ലെ? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓറിക്കിൾ ഉണ്ട്. ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ പുറത്ത് കാണുന്ന പാർട്ടാണ് ഓറിക്കിൾ. അതുപോലെ ഇയർ കനാൽ ഉണ്ട്. ആ ഒരു കനാൽ ഉണ്ട്, ഇയർ കനാൽ. അത് എക്സ്റ്റേണൽ ഇയർ ആണ്. മിഡിൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് വരുന്നത്? മിഡിൽ ഇയറിലാണ് ഒസിക്കിൾസ് ഉള്ളത്. ഒസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ബോൺസ് ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് അല്ലെ? സ്റ്റേപ്പിസ് ആണ് സ്മോളസ്റ്റ് ഇയർ ബോൺ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആണ്. അത് ആണ് മിഡിൽ ഇയറിൽ. മിഡിൽ ഇയറിൽ ടിംഫനിക് മെംബ്രെയിൻ ഉണ്ട്. ടിംഫനിക് മെംബ്രെയിൻ. അപ്പൊ ഇവിടുന്ന് സൗണ്ട് വേവ്സ് വരികയാണ്. സൗണ്ട് വേവ്സിനെ വൈബ്രേറ്റ് ചെയ്യുന്നത് മിഡിൽ ഇയറിൽ വെച്ചാണ്. മിഡിൽ ഇയറിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റേപ്പിസ് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മിഡിൽ ഇയറിൽ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇന്നർ ഇയറിലേക്ക് എത്തുന്നു. ഇന്നർ ഇയറിലാണ് കോക്ലിയ ഉള്ളത് അല്ലെ? ക്ലോക്ലിയ ഇന്നർ ഇയറിലാണ്. സ്പൈറൽ ഷേപ്പ്ഡ് ബോൺ ആണ് കോക്ലിയ. സ്പൈറൽ ഷേപ്പ്ഡ് പാർട്ടാണ് കേട്ടോ. അപ്പൊ കോക്ലിയയിലാണ് കോക്ലിയർ നെർവ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും ഈ വൈബ്രേഷൻസിനെ സിഗ്നൽ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാണ്. അവിടെ 8th ക്രാനിയൽ നെർവ് ഉണ്ട്, വെസ്റ്റിബുലർ കോക്ലിയർ നെർവ് ഉണ്ട്. അത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. സോ 8th ക്രാനിയൽ നെർവ് ഏതാണ്? കോക്ലിയർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലർ കോക്ലിയർ നെർവ്. അത് ഈ സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അങ്ങനെ കോക്ലിയർ നെർവിലൂടെ ടെമ്പോറൽ ലോബിൽ അല്ലെ? ടെമ്പോറൽ ലോബിലേക്കാണ് എത്തുന്നത്. ബ്രെയിനിലൂടെ ടെമ്പോറൽ ലോബിലാണ്. ഹിയറിംഗ് ഏരിയ അവിടെ ഉണ്ട് അല്ലെ? പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ഉണ്ട്, ഹിയറിംഗ് ഏരിയ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇത് മെയിനായിട്ട് നമുക്ക് ആ ഒരു ഇയറിന്റെ അനാട്ടമി ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫാർമസി എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് നിങ്ങൾക്ക് അതിനകത്തുള്ള വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ JPHN JHI സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി, കോച്ചിങ്ങിന് വേണ്ടി നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നേഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി 9048392578 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ചാനലിൽ ഇനി മുതൽ ഇതുപോലെയുള്ള പാരാമെഡിക്കൽ, ഫാർമസി, അതുപോലെ MLT റിലേറ്റഡ് ആയിട്ടുള്ള, മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും നേഴ്സസിന് ഫുൾ കാണാൻ പറ്റുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.